വെറുതെ കളയുന്ന ഈ ഒരു ഐറ്റം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു ഐറ്റം ഉണ്ടാക്കിയാലോ? ഇതേ നമ്മൾ ടോയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ടോയ് ബോക്സിന് മുകളിലിരിക്കുന്ന ആ ഒരു ഗ്ലാസ് ഷീറ്റാണിത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഞാൻ ഈ ഒരു ഷീറ്റ് രണ്ടായി മടക്കി ഒരു സർക്കിൾ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാർക്കർ വെച്ചിട്ടാണ് നമ്മൾ സർക്കിൾ വരയുന്നത്. അങ്ങനെ നമ്മൾ സർക്കിൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വരുമ്പോൾ നമുക്കിതുപോലെ രണ്ട് ഷീറ്റ് സർക്കിൾ ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഒന്നിനു മുകളിൽ മാർക്കറിൻ്റെ പാടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഇറേസർ വെച്ചിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കളയാം. ഇറേസർ വെച്ചിട്ട് റബ്ബ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു നനഞ്ഞ തുണി എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തുടച്ചു കൊടുത്താലും ആ ഒരു മാർക്കറിൻ്റെ പാടില്ലാതാകും കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് രണ്ടും നല്ലപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഒരെണ്ണം എടുക്കാം. ഒരെണ്ണം എടുത്തിട്ട് നമുക്കിതൊന്ന് കളർ ചെയ്ത് കൊടുക്കണം. ഞാൻ ഈ ഒരു കളറാണ് അടിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആദ്യം അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് രണ്ട് ഷെയ്ഡായിട്ട് ചെയ്യാമെന്ന്. അപ്പം ആദ്യം ഞാൻ ഈ ഒരു കളർ അടിച്ചു. ബാക്കി ഞാൻ ഈ ഒരു കളറാണ് അടിക്കാൻ വേണ്ടി പോകുന്നത്. കളർ അപ്ലൈ ചെയ്തതിന് ശേഷം അത് ഉണങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗ്ലിറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഗ്ലിറ്റർ ഞാൻ ഗോൾഡൻ കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഉണങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ചെയ്യാൻ കേട്ടോ. അപ്പം ഏറ്റവും അടിയിലായിട്ട് കുറച്ച് ഗ്ലിറ്റർ അപ്ലൈ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇങ്ങനെ സ്പ്രെഡാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ ആയിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബ്രഷ് വെച്ചിട്ട് എല്ലാം തന്നെ താഴോട്ടേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പം എന്നാലും അവിടെ ഇവിടെയൊക്കെ കാണാം, കുഴപ്പമില്ല. ഇതിട്ട് കഴിയുമ്പോൾ തന്നെ ഏകദേശം എല്ലാം തന്നെ ഉണങ്ങി നല്ലപോലെ സെറ്റായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ടെക്സ്റ്റോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും പിക്ചറോ കാര്യങ്ങളോ ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പം ഞാനിവിടെ ഒരു നെയിമാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനത് എഴുതി കൊടുക്കണം കേട്ടോ. അപ്പോൾ മാർക്കർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ എഴുതണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെയിൻറ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. നേര് ബ്രഷ് എടുത്തിട്ട് നമുക്ക് ചെയ്യാം, എങ്കിലാണ് തെളിഞ്ഞ് കാണുള്ളൂ. പ്രത്യേകിച്ച് ഇത് ഗ്ലാസ് ഷീറ്റാണ്, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു നെയിം എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹാർട്ട് ഷേപ്പും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചെയ്ത് വന്നപ്പോൾ നെയിം ഇത്തിരി കൂടെ വലുതായി എഴുതാമായിരുന്നു എന്ന് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ആ ഒരു ഷീറ്റ് നമ്മളിങ്ങനെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ഷീറ്റ് എടുക്കാം. എന്നിട്ട് ഏറ്റവും സൈഡിലായിട്ട്, അതായത് സർക്കിൾ ഷേപ്പിൻ്റെ എല്ലാ സൈഡിലായിട്ടും നമുക്ക് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ കാണുന്ന രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നേരത്തെ ചെയ്തതിൻ്റെ നേരെ മുകളിലായിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഏറ്റവും ഇതുപോലെ എൻഡിൽ മാത്രം ഗ്ലൂ ചെയ്താൽ മതി കേട്ടോ. ഇതുപോലെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. അതും ഇതുപോലെ എൻഡിൽ മാത്രം അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സർക്കിൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സൂചിയോ മുട്ടുസൂചിയോ എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് ചെറിയൊരു ഡോട്ട്, അതായത് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കണം. ഏറ്റവും മുകളിലായിട്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫൈനൽ ലുക്ക് കണ്ടാലോ? അടിപൊളി കീച്ചെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഏതായാലും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.